കാലത്തോളം ഒരു വന്യജീവിയും കേരളത്തിൽ ഒരു മനുഷ്യനെയും ആഗ്രഹിക്കില്ലെന്ന് എഗ്രിമെൻ്റ് വെക്കാൻ ആർക്കാ പറ്റുക? ഈ നടപടികളൊന്നും ഈ മനുഷ്യ വന്യജീവി പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരമാവുന്നില്ലല്ലോ. മറ്റെന്തെങ്കിലും ശാശ്വത പരിഹാരം നാളെ അല്ല ഈ ഇപ്പോൾ നമുക്ക് ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ കൂടുതൽ മനുഷ്യരും മരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണല്ലോ പുറത്തു വരുന്നത്. ശാശ്വത പരിഹാരം എന്നുകൊണ്ട് വാട്ട് യു മീൻ? നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക, അല്ലാതെ ലോകമുള്ള കാലത്തോളം ഒരു വന്യജീവിയും കേരളത്തിൽ ഒരു മനുഷ്യനെയും ആഗ്രഹിക്കില്ലെന്ന് എഗ്രിമെൻ്റ് വെക്കാൻ ആർക്കാ പറ്റുക? അതൊരു ശാശ്വത പരിഹാരമൊക്കെ അച്ചടിച്ച ഭാഷയാണ്. ശാശ്വത പരിഹാരം എന്താണ്? ഇനി വന്യമൃഗങ്ങൾ വേണ്ട, കാട് വേണം, അവരെല്ലാം വെട്ടിത്തെളിച്ച് ഇവിടെ മൈതാനായിട്ട് കളിക്കളാക്കലാണ്? അല്ലല്ലോ. കാടും വേണം, വന്യമൃഗങ്ങളും വേണം, മനുഷ്യനും വേണമെന്നല്ലേ നമ്മുടെ എക്കോളജി. അപ്പോൾ ഇത് മൂന്നിനെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ സംരക്ഷിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനുള്ള ശാശ്വതമായ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കേണ്ടത്. ആ ബാധ്യത സർക്കാർ ഏറ്റെടുത്തേ പറ്റൂ. അത് ഏറ്റെടുക്കുന്നുണ്ട്, അത് നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ കുറേ കാലത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കാണുന്നത്. അവർ വന്ന് വലിയ മാറ്റം ഉണ്ടായില്ലേ? ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയ വഴി നമുക്ക് ഇതിനെ തടയാൻ കഴിയും. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു? നമ്മൾ ആ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്ക്. വെറുതെ അതിനെ മൊബൈൽ ഫോണിൽ പടം എടുക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ 90% അക്രമം ഉണ്ടായത്. ഈസ് ഇറ്റ് അലൗഡ്? പക്ഷെ നമ്മളത് ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളിൽ അവരത് മറന്നു പോകുന്നത്. നമ്മുടെ അവിടെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്തിട്ട് വന്യമൃഗം ആക്രമിച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായി ചിത്രീകരിക്കുന്ന നിർഭാഗ്യകരമായ ഒരു സീനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലുണ്ടായത്. നിങ്ങൾക്ക് അതിലൂടെ പോകാൻ പാടില്ല, 8 മണിക്ക് ശേഷം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പോകാൻ പാടില്ല എന്ന് പറയുന്നത്? അവിടെ ആക്രമണ സാധ്യതയുണ്ട്, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ റോഡിൽ സിഗ്നൽ കാണിക്കുന്നത് അപകട മേഖല, അവിടെ നിങ്ങൾ 110 കിലോമീറ്ററിൽ പോയാൽ അതെങ്ങനെയാണ് ശാശ്വതമായി തടയുക? നമ്മൾ നാട്ടിലുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കൊടുക്കാൻ നമ്മുടെ ഒരു സവിശേഷത എല്ലാ പ്രധാന റോഡുകളും കാടിൻ്റെ നടുവിലൂടെയാണ്. അപ്പോൾ കാട്ടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പം വന്യമൃഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പാളയത്തു നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ അവിടെ ആ ജംഗ്ഷനിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സാധ്യതയുള്ളത് കൊണ്ടാണല്ലോ മുന്നറിയിപ്പ് നൽകുന്നത്.